ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 31 ആണ്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, PWD, അതുപോലെ കേരള വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർ, ഇതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വന്നതാണ്. നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങുക. നമ്മൾ ജൂലൈയിൽ എക്സാംസ് തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വർഷം എന്തായാലും ഇതിൻ്റെ എക്സാംസ് ഒക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ സബ് എഞ്ചിനീയർ ഉടനെ നോട്ടിഫിക്കേഷൻ വരും, അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ IT ഇലക്ട്രിക്കൽ എക്സാംസ്, ഇലക്ട്രീഷ്യൻ്റെ എക്സാംസും കുറേ വിളിച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കി പഠിക്കാം. ഇതിൻ്റെ എല്ലാം നമ്മൾ തിയറി ക്ലാസ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി 1 hour നമുക്ക് അൺഅക്കാഡമിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സിലും വരിക. അൺഅക്കാഡമിയിലാണ്. നമ്മൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇന്ന് നമുക്കൊരു 11 മണിക്കും അതുപോലെ തന്നെ 3 മണിക്കും 8 മണിക്കും ക്ലാസ് ഉണ്ട്. ഇന്നും നാളെയും സെയിം ടൈമാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും ആ ലിങ്ക് ജോയിൻ ആവുക. അതുപോലെ എൻ്റെ റെഫറൽ കോഡ് സിനു ആൻസി റെഫറൽ കോഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ അതിലോട്ട് കയറുക. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കയറാനായിട്ട് എന്തെങ്കിലും പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവ് ക്ലാസ്സിൽ വരാൻ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓൾറെഡി നമ്മളൊരു 50ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഓൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് റിലേറ്റഡ് എക്സാംസ്. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ അൺഅക്കാഡമിയിൽ ഇപ്പോൾ കറൻ്റ്ലി നോൺ ടെക്നിക്കൽ എക്സാംസിൻ്റെ ബാച്ച് കോഴ്സസ് റണ്ണിങ് ആണ്. ദിശയുടെ 120 days ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻ എക്സാംസ് 2 ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർ അതിലോട്ട് ജോയിൻ ആവുക. അതോടൊപ്പം തന്നെ 100 day ബാച്ച് കോഴ്സ് ഫോർ ജേതാവിൻ്റെ LGS മെയിൻ എക്സാം 10th ലെവൽ 26 May സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതും റണ്ണിങ് ആണ്. അതുപോലെ 27th May സ്റ്റാർട്ട് ചെയ്ത സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാംസ് 120 day ബാച്ച് ഫോർ ദൗത്യം. ഓക്കെ, ഇതും റണ്ണിങ് ആണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ഉണ്ടാവും ഫോർ ഡിഗ്രി ലെവൽ, അതുപോലെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാംസ് ഓൺ 6th, 13th, 20th and 27th June 2 PM ആണ്. അതിൽ റാങ്ക് 1 to 3 കിട്ടുന്നവർക്ക് ഫ്രീ 3 month സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. 4 to 13 കിട്ടുന്നവർക്ക് 75% ഓഫ് സ്കോളർഷിപ്പ് ഓൺ 3 month സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. അതുപോലെ റാങ്ക് 14 to 20 കിട്ടുന്നവർക്ക് 50% സ്കോളർഷിപ്പ് ഓൺ 3 month സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. സോ വേഗം തന്നെ അത് എൻറോൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സൂപ്പർ ബമ്പർ ഓഫർ ഉണ്ട്. അതൊരു ലിമിറ്റഡ് പീരീഡ് ആണ്. ആദ്യത്തെ 500 സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഉള്ളൂ. 6+1 കോംബോ ആണ്. അതായത് 6 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 1 മാസം കൂടി സൗജന്യമായി നൽകുന്നുണ്ട്. അതുപോലെ 12+2 കോംബോ 12 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസം കൂടി സൗജന്യമായി നൽകുന്നുണ്ട്. ഇതൊരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. അപ്പോൾ നിങ്ങളത് ക്രാക്ക് ചെയ്യുക, ഇന്ന് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ മന്ത്ലി ഫീസ്, ഓരോ മന്ത്ലി ഫീസും തന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ റെഫറൽ കോഡ് സിനു ആൻസി, ഈ റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസിൽ നിന്ന് ഒരു 10% ഓഫും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അൺഅക്കാഡമിയിലെ ബാച്ചസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. First question, the basic function of a transformer is to change the level of voltage, the power level, the power factor, the frequency. എന്താണ് ഒരു ബേസിക് ഫംഗ്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ടു ചേഞ്ച് ദ ലെവൽ ഓഫ് വോൾട്ടേജ്. അടുത്തത് എഫിഷ്യൻസി ഓഫ് എ പവർ ട്രാൻസ്ഫോമർ ഈസ് അബൌട്ട്. ഒരു പവർ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 95%. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ പവർ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി വെരി ഹൈ ആയിരിക്കും, 95% ആയിരിക്കും. ഓക്കെ, ആ ഒരു 90 റേഞ്ചസിൽ എപ്പോഴും നിൽക്കും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ട്രാൻസ്ഫോമർ ദി ഇലക്ട്രിക്കൽ പവർ ഈസ് ട്രാൻസ്ഫോംഡ് ഫ്രം പ്രൈമറി ടു സെക്കൻഡറി ത്രൂ എയർ ആണോ, ത്രൂ ബൈ മാഗ്നറ്റിക് ഫ്ലക്സ് ആണോ, ത്രൂ ഇൻസുലേറ്റിംഗ് മീഡിയം ആണോ, നൺ ഓഫ് ദിസ്? ഇറ്റ് ഈസ് ബൈ മാഗ്നറ്റിക് ഫ്ലക്സ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ 2 windings ഓഫ് എ ട്രാൻസ്ഫോമേഴ്സ് ആർ. ട്രാൻസ്ഫോമറിൻ്റെ 2 windings കണ്ടക്റ്റീവ്ലി ലിങ്ക്ഡ്, ഇൻഡക്റ്റീവ്ലി ലിങ്ക്ഡ്, നോട്ട് ലിങ്ക്ഡ് അറ്റ് ആൾ, ഇലക്ട്രിക്കലി ലിങ്ക്ഡ്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഇൻഡക്റ്റീവ്ലി ലിങ്ക്ഡ് ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമർ ആക്ഷൻ റിക്വയർസ് എ കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇതാണ് ഒരു ട്രാൻസ്ഫോമർ ആക്ഷൻ റിക്വയർസ് ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓപ്ഷൻ സി ആണ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫ്ലക്സ് ക്രിയേറ്റഡ് ബൈ ദ കറണ്ട് flowing through the primary winding induces EMF in. The flux created by the current flowing through the primary winding induces EMF in. Primary winding only, secondary winding only, transformer core only, both primary and secondary windings. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ് ഓഫ് എ പവർ ട്രാൻസ്ഫോമർ ഓൾവേസ് ഹാവ് എ കോമൺ മാഗ്നറ്റിക് സർക്യൂട്ട്, സെപ്പറേറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട്, വയർ ഓഫ് സെയിം സൈസ്, സെയിം നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, primary and secondary windings of a power transformer always have a common magnetic circuit. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ അയൺ കോർ ഇൻ എ ട്രാൻസ്ഫോമർ പ്രൊവൈഡ്സ് എ ഡാഷ് പാത്ത് ടു ദ മെയിൻ ഫ്ലക്സ്. ദ അയൺ കോർ ഇൻ എ ട്രാൻസ്ഫോമർ പ്രൊവൈഡ്സ് എ ഡാഷ് പാത്ത് ടു ദ മെയിൻ ഫ്ലക്സ്. ലോ റിലക്റ്റൻസ് ആണോ, ഹൈ റിലക്റ്റൻസ് ആണോ, ലോ റെസിസ്റ്റൻസ്, ഹൈ കണ്ടക്ടിവിറ്റി? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ലോ റിലക്റ്റൻസ് പാത്ത്.
അടുത്ത 9th ക്വസ്റ്റ്യൻ, ഇഫ് റേറ്റഡ് ഡി സി വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ഇൻസ്റ്റെഡ് ഓഫ് എ സി ടു ദ പ്രൈമറി ഓഫ് എ ട്രാൻസ്ഫോമർ. എന്ത് പറ്റും? ഒരു ഡി സി വോൾട്ടേജ് ആണ് നമ്മൾ പ്രൈമറിക്ക് കൊടുക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് എ സി. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? സെക്കൻഡറി ഓഫ് ട്രാൻസ്ഫോമർ വിൽ ബേൺ. Primary of transformer will burn. Secondary voltage will be excessively high. There will be no secondary voltage. Either it is option B. Primary of transformer will burn. അടുത്ത 10th ക്വസ്റ്റ്യൻ, the induction motor shaft is made of. The induction motor shaft is made of mild steel, cast iron, high speed steel, stainless steel, aluminum. It is option A. Mild steel. അടുത്ത 11th ക്വസ്റ്റ്യൻ, ഇൻഡക്ഷൻ മോട്ടോഴ്സ് നോർമലി യൂസ് ഡൈകാസ്റ്റ് അലുമിനിയം റോട്ടർ ബിക്കോസ് അലുമിനിയം ഈസ്. എന്തുകൊണ്ടാണ് ഡൈകാസ്റ്റ് അലുമിനിയം റോട്ടർ യൂസ് ചെയ്യുന്നത്? കാരണം അലുമിനിയം ഈസ് ചീപ്പർ ഇൻ കോസ്റ്റ് ആണോ, ലൈറ്റർ ഇൻ വെയിറ്റ് ആണോ, ഈസി ടു കാസ്റ്റ് ഓവിങ് ടു ഇറ്റ്സ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഇറ്റ്സ് ഈസി അവൈലബിൾ ആണോ, ഓഫ് ലോ റെസിസ്റ്റിവിറ്റി ആണോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ഈസി ടു കാസ്റ്റ് ഓവിങ് ടു ഇറ്റ്സ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഇറ്റ് ഇസ് ഈസിലി അവൈലബിൾ. ഓക്കെ. അടുത്ത 12th ക്വസ്റ്റ്യൻ, 3-phase squirrel gauge induction motor. Rotor conductors are short-circuited through end rings. Rotor conductor ends are short-circuited through slip rings. Rotor conductors are kept open. None of the above. ഏതാണ്? It is option A ആണ്. Rotor conductors are short-circuited through end rings ആണ്. It is option A. അടുത്ത 13th ക്വസ്റ്റ്യൻ, the squirrel gauge rotor of a 6-pole induction motor can be used for dash induction motor. Only 6-pole, 6 or 12-pole induction motor ആണോ, അതോ any number of pair poles in an induction motor ആണോ, അതോ none of the above? It is option C ആണ്. ഒരു square cage rotor of a 6-pole induction motor can be used for any number of pair poles in an induction motor. അടുത്ത 14th ക്വസ്റ്റ്യൻ, the squirrel cage induction motors are provided with blades in order to dash facilitate cooling of rotor, balance the rotor dynamically, eliminate noise. None of these are. It is option A. Facilitate cooling of rotor. Okay. അടുത്ത 15th ക്വസ്റ്റ്യൻ, the rotor of a 3-phase squirrel cage 3-phase wound rotor induction motor is provided with the rotor of a 3-phase wound rotor induction motor is provided with the single phase winding ആണോ, 3-phase winding ആണോ, അതോ heavy copper or aluminum bars ആണോ, heavy short circuit end rings ആണോ? ഏതാണ്? A rotor of a 3-phase wound rotor induction motor is provided with the 3-phase winding ആണ്. അടുത്ത 16th ക്വസ്റ്റ്യൻ, ഫോർ എ ഗിവൺ ഫ്രീക്വൻസി ആൻഡ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ദ ഹിസ്റ്റെറിസിസ് ലോസ് ഇൻ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് ഡാഷ് ഇൻ ഹാർഡ് മെറ്റീരിയൽ. ഒരു ഗിവൺ ഫ്രീക്വൻസി ഉണ്ട്, മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹിസ്റ്റെറിസിസ് ലോസ് ഇൻ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈസ് ഡാഷ് ഇൻ ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ. മോർ ദാൻ ആണോ, ലെസ് ദാൻ ആണോ, സെയിം ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ലെസ് ദാൻ ആണ്. അടുത്ത്, ഹോട്ട് റോൾഡ് ഷീറ്റ്സ് ഹാവ് ഡാഷ് പെർമിബിലിറ്റി 0, ലോ യൂണിറ്റി, ഹൈ. എത്രയാണ്? ഇറ്റ് ഇസ് ലോ പെർമിബിലിറ്റി ആണ്. അടുത്ത, അഡീഷൻ ഓഫ് സിലിക്കൺ ഇൻ അയൺ ലാമിനേഷൻസ്. എന്തിനാണ് സിലിക്കണിൽ അയൺ ലാമിനേഷൻസ് ആഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബട്ട് almost eliminates the aging problem, increases the electrical resistivity of iron, thereby reduces the eddy current loss, reduces hysteresis loss, increase the permeability at low and moderate flux densities but decrease it at high flux densities. ഏതാണ്? നമ്മൾ അഡീഷൻ ഓഫ് സിലിക്കൺ ഇൻ അയൺ ലാമിനേഷൻസിൽ സിലിക്കൺ ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ഇ ആണ്. എല്ലാ റീസൺസും, ഓൾ ഓഫ് ദി എബോ റീസൺസ് ഉള്ളതുകൊണ്ടാണ്. അടുത്ത 19th ക്വസ്റ്റ്യൻ, സിലിക്കൺ കണ്ടന്റ് ഇൻ അയൺ ലാമിനേഷൻസ് കെപ്റ്റ് വിത്തിൻ 5% ആസ് ഇറ്റ് increases hysteresis loss, increases cost, make the material brittle, reduce the curie point. It is option C ആണ്, makes the material brittle ആണ്. അടുത്ത 20th ക്വസ്റ്റ്യൻ, അൺബാലൻസ്ഡ് മാഗ്നറ്റിക് പുൾ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഡയറക്ട്ലി വിത്ത് ഡി ആണോ, ഇൻവേഴ്സ്ലി വിത്ത് ഡി ആണോ, ഡയറക്ട്ലി വിത്ത് ഡി സ്ക്വയർ ആണോ, ഇൻവേഴ്സ്ലി വിത്ത് ഡി സ്ക്വയർ ആണോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്, ഡയറക്ട്ലി വിത്ത് ഡി ആണ്. എന്താണ് ഡി എന്നുള്ളത്, ആ ഒരു ടേം എന്താണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഡി എന്നുള്ള ടേം എന്താണ് കമൻറ്റ് ചെയ്യുക. ഡെയിലി നമുക്കിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഡിസ്കഷൻ ഞാനിപ്പോൾ ഒരു പുതിയ പാറ്റേൺ വിചാരിക്കുകയാണ്. ഡെയിലി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ താഴെ അത് നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ടൊരു സെക്ഷൻ ഞാൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പം 21th ക്വസ്റ്റ്യൻ, CROS കനോട്ട് ബി യൂസ്ഡ് ഇൻ ഡാഷ് റൊട്ടേറ്റിംഗ് മെഷീൻസ്, സ്മോൾ, മീഡിയം, ലാർജ്, എനി. ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്, സ്മോൾ റൊട്ടേറ്റിംഗ് മെഷീൻസ് ആണ്. അപ്പം CROSൻ്റെ ഫുൾ ഫോമും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ കുറച്ച് എഫേർട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഈ ഫുൾ ഫോം. അടുത്ത 22nd ക്വസ്റ്റ്യൻ, 2 lamps each of 230 volt and 60 watt rating are connected in series across a single phase 230 volt supply. The total power consumed by the 2 lamps would be. അപ്പോൾ ഇത് സെയിം ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ എക്സാംസിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ലാംപ്സ് ഉണ്ട്, ഈച്ച് ഓഫ് 230 വോൾട്ട് ഉണ്ട്, 60 വാട്ട് ആണ്.
വോൾട്ടേജ് തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്. രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒരു 230 വോൾട്ട് സപ്ലൈ ആണ്. അങ്ങനെ 2 ലാമ്പും കൺസ്യൂം ചെയ്യുന്ന ടോട്ടൽ പവർ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഓപ്ഷൻ സി 30 വാട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അത് നമുക്ക് ഓരോ ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് ലാമ്പ് R = V². ഞാൻ ജസ്റ്റ് ഫോർമുല മാത്രം ചെയ്തു പോകാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. R = V²/P. V തന്നിട്ടുണ്ട് എത്ര? 230². P അറിയാം 60. അപ്പോൾ അത് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? വെൻ 2 ലാംപ്സ് ഓഫ് 230 വോൾട്ടും 60 വാട്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? സീരീസ് ആണ്. അപ്പോൾ എന്താണ്? നമുക്ക് സീരീസ് ആകുമ്പോൾ നമുക്ക് എന്താണ്? 2R എന്ന് എഴുതാം. ഓക്കെ, അതും കണ്ടുപിടിക്കുക. സീരീസ് അല്ലേ? 2R. ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ? സോ ടോട്ടൽ പവർ കൺസ്യൂംഡ് ബൈ 2 ലാംപ്സ് വെൻ കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് 230 വോൾട്ട് എന്ന് പറയുന്നത് V² ഈ റെസിസ്റ്റൻസ് ഈ കിട്ടിയ 2R. ഇത് ചെയ്ത് നോക്കുക, അന്നേരം കിട്ടും ആൻസർ 30 വാട്ട് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കുക. കിട്ടാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ കറണ്ട് വേവ് ഫോം ആസ് ഷോൺ ഫിഗർ ഈസ് അപ്ലൈഡ് ഇൻ എ പ്യൂർ റെസിസ്റ്റർ ഓഫ് 10 വേവ് ഫോം. അപ്പോൾ ഈ ഒരു വേവ് ഫോം കറണ്ട് വേവ് ഫോം തന്നിട്ടുണ്ട്, ഒരു 10 ഓം റെസിസ്റ്ററിൽ അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ 270 വാട്ടാണ് വരുന്നത്. അപ്പം എങ്ങനെ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞുതരാം. അതായത് നമുക്കൊരു വേവ് ഫോം എന്ന് പറഞ്ഞ ഒരു സോ ടൂത്ത് വേവ് ആണ്. ഓഫ് പീക്ക് കറണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഐമാക്സ് എത്രയാണ്? ഐമാക്സ് എന്ന് പറയുന്നത് 9 ആംപിയർ തന്നിട്ടുണ്ട് അല്ലേ? 9 ആംപിയർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് RMS വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. RMS എന്ന് പറയുന്നത് എന്താണ്? Imax/√3 ആണ് അല്ലേ? ഐമാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐമാക്സ് തന്നിട്ടുണ്ട് 9 ആംപിയർ. നമുക്കതിൽ നിന്ന് RMS വാല്യൂ കണ്ടുപിടിക്കാം. RMS വാല്യൂ = Imax/√3, അതായത് 9/√3. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു 3√3 ആംപിയർ കിട്ടും. അപ്പോൾ നമ്മുടെ RMS വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി പവർ കണ്ടുപിടിച്ചൂടെ? പവർ = I²R വെച്ച് കണ്ടുപിടിക്കാം. I എന്ന് പറയുന്നത് 9/√3² R തന്നിട്ടുണ്ട് 10. സോൾവ് ചെയ്യുക, 270 വാട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് കൺസ്യൂം സം പവർ ഓൺ ആവറേജ്, ഡസ് നോട്ട് കൺസ്യൂം പവർ, ടേക്ക് പവർ ഫ്രം ദി ലൈൻ ഡ്യൂറിങ് സം പാർട്ട് ഓഫ് ദി സൈക്കിൾ ആൻഡ് ദെൻ റിട്ടേൺസ് ബാക്ക് ഡ്യൂറിങ് അതർ പാർട്ട് ഓഫ് ദി സർക്കിൾ. ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന ഓപ്ഷൻ സി ആണ് വരുന്നത്. കുറച്ച് പവർ ഒരു സം പാർട്ട് ഓഫ് സൈക്കിളിൽ നിന്ന് എടുക്കും, ബാക്കി വീണ്ടും അതർ പാർട്ട് ഓഫ് സൈക്കിളിലോട്ട് കൺവേർട്ട് ചെയ്യും. യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി റിയാക്റ്റൻസ് ആയതുകൊണ്ട് ഓം ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ആരും മറക്കാതിരിക്കുക. ഇന്ന് 11 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഡ്രഡ്ജർ ക്ലീനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 3 മണിക്കും രാത്രി 8 മണിക്കും ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ടൈമിങ്ങിലെല്ലാം നിങ്ങൾ വരിക. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു 25 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, താങ്ക് യു.